ഹലോ ഗായ്സ്, കർക്കിടകമായിട്ട് അബ്രോഡാണ്, കർക്കിടകക്കഞ്ഞി കുടിക്കാൻ ഒരു നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞിക്കൂട്ടിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കർക്കിടക കഞ്ഞിയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഞവരയരി. ഞവരയരി സാധാരണ യു കെയിൽ ഇവിടെ ചില കടകളിൽ ഇന്ത്യൻ ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്തരി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഞവരയരിയുടെ അഭാവത്തിൽ നമുക്ക് കുത്തരിയും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഉലുവയാണ്. പിന്നെ ദശമൂല ചൂർണം വേണം. ദശമൂല ചൂർണം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഷോപ്പുകളിൽ നമുക്കിവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൽ കഞ്ഞി മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ലഭ്യമാണ്. അത് നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി ചതച്ചെടുക്കണം. പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി കുറച്ച് ചതച്ചത്, അതുപോലെ തന്നെ മല്ലിയും കുരുമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തത്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ, പിന്നെ ഹിമാലയൻ റോക്ക് സോൾട്ട് അഥവാ നമ്മുടെ ഇന്ദുപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നെയ്യ്. അപ്പോൾ ഈ ചതച്ച് വെച്ച ചേരുവകൾ, അതായത് നമ്മുടെ ചെറിയുള്ളി, ഗാർലിക്ക്, ഇഞ്ചി, അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക്, പിന്നെ നമ്മുടെ മല്ലി, പിന്നെ നമ്മുടെ ഉലുവ, ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന പോലെ അല്പം നെയ്യും നമ്മൾ സാധാരണ ചോറ് കഞ്ഞി വെക്കൂലേ, അതേപോലെ കഞ്ഞി വെക്കുക. എന്നിട്ട് ആ വെച്ച കഞ്ഞിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് അല്പം നമ്മുടെ റോക്ക് സോൾട്ടും തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കർക്കിടക കഞ്ഞി. അപ്പം നിങ്ങൾ യു കെയിലാണ്, അമേരിക്കയിലാണ്, കാനഡയിലാണ്, ന്യൂസിലാൻഡിലാണെന്നൊന്നും പറഞ്ഞ് കർക്കിടക കഞ്ഞി മിസ്സാക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.